ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളിലൂടെ ക്രിസ്തു ഭാഗം 30. യേശുവിനെ ദൈവപുത്രൻ എന്ന നിലയിലാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പേര് ദൈവപുത്രൻ എന്നത് മറ്റ് പലരെക്കുറിച്ചും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഏകജാതനായ പുത്രൻ എന്നാണ് ക്രിസ്തുവിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ദൈവപുത്രൻ എന്ന പ്രയോഗം കൊണ്ട് തൻ്റെ ദൈവത്വമാണ് ദൃഢീകരിച്ചിരിക്കുന്നത്. നിത്യതയിൽ വെച്ച് തന്നെ പിതാവിനോട് തുല്യനായവൻ എന്ന് സാരം. നോക്ക്, യോഹന്നാൻ 10:36 ദൈവത്തിൻ്റെ പുത്രൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ താനും ദൈവമാണ് എന്ന് കർത്താവ് സ്ഥാപിക്കുകയായിരുന്നു അവിടെ. ഞാനും പിതാവും ഒന്നാകുന്നു എന്നതിനടിസ്ഥാനമായി യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന യോഹന്നാൻ അധ്യായം 17 നാം കാണുന്നത് 3 നിലയിലുള്ള പ്രാർത്ഥനയാണ്. അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തു തനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തുന്നതായി കാണാൻ കഴിയും. തുടർന്ന് 6 മുതൽ 19 വരെ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഒടുവിൽ 20 മുതൽ 26 വരെ സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അതിൽ 23-ാമത്തെ വാക്യം ചിന്തനീയവുമാണ്. പ്രാർത്ഥനയുടെ ആരംഭത്തിൽ പിതാവേ, നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന തുടങ്ങുന്നു. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തെങ്കിൽ കനാവിലെ കല്യാണ ഭവനത്തിൽ വെച്ച് എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് കർത്താവ് പറഞ്ഞത്, നാഴിക വന്ന ഈ പ്രയോഗം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 9 പ്രാവശ്യമാണ് കാണുന്നത്. മാത്രമല്ല, താൻ ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ ഈ ഭൂമിയിൽ വന്നത് അതിൻ്റെ സമ്പൂർണ്ണതയിലെത്താനുള്ള നാഴിക ഇപ്പോൾ വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ ഈ വാക്യത്തിലൂടെ കർത്താവ് പറയുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവാചകന്മാർ മുമ്പ് കൂട്ടി പറഞ്ഞിരുന്ന ആ നാഴിക, തൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ നാഴിക, സാത്താൻ്റെ പരാജയത്തിൻ്റെയും മനുഷ്യവർഗത്തിൻ്റെ ഉദ്ധാരണത്തിൻ്റെയും അനന്തരഫലങ്ങളെ ഉളവാക്കുന്ന വിധി നിർണായകമായ ആ നാഴിക, അതാണ് ഇവിടെ സമാഗതമായത്. പിതാവേ എന്ന സംബോധന അത് ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ 6 പ്രാവശ്യം വരുന്നുണ്ട്. നോക്കൂ, ഇവിടെ 1 അതുപോലെ 5 വാക്യങ്ങളിൽ നീ എന്നെ മഹത്വപ്പെടുത്തണമേ എന്ന് യേശു അപേക്ഷിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഗെത്സമന തോട്ടത്തിൽ വെച്ചുള്ള കർത്താവിൻ്റെ പ്രാർത്ഥനയോട് ഇതിന് വളരെ സാമ്യമുണ്ട്. നോക്കൂ, ഫിലിപ്പിയർ 2:6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് എടുത്തു കാണുന്നുണ്ട്. ക്രിസ്തു മനുഷ്യാവതാരത്തിന് മുമ്പേ പിതാവിനോട് കൂടെ ഉണ്ടായിരുന്ന ആ ധന്യമായ സ്ഥാനത്തേക്ക് മടങ്ങി വരുവാൻ ക്രിസ്തു ആഗ്രഹിക്കുന്നു. ഈ വാചകത്തിന് മറ്റൊരു അർത്ഥവും സങ്കല്പിക്കുന്നു. ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് തനിക്കില്ലാതിരുന്ന ഒന്ന്, അതായത് മറിയിൽ നിന്ന് തനിക്ക് ലഭിച്ച മനുഷ്യ ശരീരത്തിൻ്റെ ഒരു തേജസ്കരണം. യോഹന്നാൻ 1:18 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്നവൻ അതെ ദൈവത്തെ നമുക്ക് കാണിച്ചു തരുന്നു. സ്നേഹത്തിൻ്റെയും സംസർഗത്തിൻ്റെയും സാമീപ്യത്തിൻ്റെയും അത്യുന്നതാവസ്ഥയെ മടിയിലിരിക്കുന്ന എന്ന പ്രയോഗം അവിടെ കാണിക്കുന്നു. ലൂക്കോസ് 16:23 മടിയിൽ എന്നത് പദവിയുടെയും ഭദ്രതയുടെയും സ്ഥാനമാണ്. പിതാവിൻ്റെ മടി എന്ന് പറയുന്നത് ഒരു സ്ഥലമല്ല, ഒരു അനുഭവമാണ്. ഏകജാതനായ പുത്രൻ എന്നതിന് ഏകജാതനായ ദൈവം എന്നാണ് പല കയ്യെഴുത്തു പ്രതികളിലും കാണുന്നത്. പുത്രൻ എന്നതുകൊണ്ട് പ്രായക്കുറവിനെ അല്ല, പിതാവിൻ്റെ പ്രകൃതിക്ക് തുല്യനായവൻ എന്ന അർത്ഥമാണ് കൽപ്പിച്ചിട്ടുള്ളത്. ദൈവത്തെ പിതാവേ എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ 100-ലധികം പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. എന്നാൽ നമ്മുടെ പിതാവ് എന്ന് പറഞ്ഞിട്ടില്ല. പിതാവ് പുത്രൻ നൽകിയിരിക്കുന്ന അവകാശം, എൻ്റെ പിതാവ്. അതുപോലെ 1:18 രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നത്. പുത്രനാകുന്ന ക്രിസ്തു പിതൃമുഖം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. നോക്കൂ, ദൈവത്തെ കാണുവാനുള്ള അഭിനിവേശം ഏത് കാലത്തുമുള്ള ഭക്തന്മാർക്കും ഉണ്ടായിരുന്നിട്ടുണ്ട്. പഴയ നിയമത്തിലുടനീളം നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, അനേക വാക്യങ്ങൾ ഇതോടെ ബന്ധത്തിൽ പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ ഭാഗങ്ങളിലെല്ലാം ദൈവത്തെ ചില പ്രത്യേക വിധത്തിൽ കണ്ടു എന്നല്ലാതെ ദൈവത്തിൻ്റെ മഹത്വത്തിൽ കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.